പാർട്സ് ഓഫ് ഇംഗ്ലീഷിൻ്റെ ഡെഫിനിഷനാണ്. ഇതിനു മുൻപുള്ള വീഡിയോയിൽ നമ്മൾ നൗൺ, അഡ്ജക്റ്റീവ്, പ്രൊനൗൺ ഇവയെക്കുറിച്ചൊക്കെയുള്ള എക്സ്പ്ലനേഷൻ കണ്ടതാണ്. ഇനിയും വേർബിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിലൂടെ. എന്താണ് വേർബ്? വ്യക്തിയോ വ്യക്തികളോ ചെയ്യുന്ന പ്രവൃത്തി, ജോലി, പണി തുടങ്ങിയവ ഒക്കെ വേർബിൽ ഉൾപ്പെടുന്നു. An action of a person or a work of a person is called verb. അല്ലെങ്കിൽ പിന്നെ വേർബ് വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ ഒക്കെ പൊസിഷൻ, സ്ഥാനം ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്രകാരം ഉപയോഗിക്കുന്ന വേർബുകൾ ഹെൽപ്പിംഗ് വേർബ്സ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് എന്ന് അറിയപ്പെടുന്നു. According to the grammar, what do you mean by the word person? Person means all types of living things, living beings. നമ്മുടെ പുറമേ ഉള്ള കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതും അല്ലാത്തതുമായ സകല ജീവപ്രാണികളും ചെയ്യുന്ന ആക്ഷൻ, പ്രവൃത്തി അറിയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് വേർബ്. ഒരു ജീവി തന്നെ പല വിധത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നു. അവയൊക്കെ ക്രിയ എന്ന വാക്കിനാൽ നാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നു. ഇനിയും സ്ഥലങ്ങൾ, സാധനങ്ങൾ, പ്ലേസസ് ആൻഡ് തിങ്സ്. ജീവജന്തുക്കളെ പോലെ പ്രവൃത്തി ഒന്നും ചെയ്യുന്നില്ലെങ്കിലും പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തുന്നു. പ്രവൃത്തിയിൽ ഉൾപ്പെടാം. ചലനങ്ങൾ ഒക്കെ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്താം. ഇങ്ങനെ ഒരു ജീവിയോ വസ്തുവോ അല്ലെങ്കിൽ സ്ഥലമോ ഒക്കെ പ്രവൃത്തികളിൽ ഉൾപ്പെട്ടേക്കാം. അപ്പോൾ വേർബ് ആക്ഷനോ പൊസിഷനോ ഒക്കെ ആകാം. വ്യക്തിയുടെ പ്രവൃത്തി അല്ലെങ്കിൽ പദവി, സ്ഥാനം ഒക്കെ. വ്യക്തിയുടെ മാത്രമല്ല, സ്ഥാനമോ പൊസിഷനോ വസ്തുവിൻ്റെയോ വസ്തുക്കളുടെയോ ഒക്കെ ആകാം. There are different types of verbs: main verbs or principal verbs, helping verbs or auxiliary verbs, and some are modal verbs. The main verbs are used to show mainly the action of a person, and then the helping verbs mainly used to show the position or state of the things or places, even sometimes maybe for person too. അപ്പോൾ പ്രധാന പ്രവൃത്തിയെ കാണിക്കുന്ന വേർബ് മെയിൻ വേർബ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വേർബ്, അതുപോലെ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ഒക്കെ പൊസിഷൻ, സ്ഥാനം, ചിലപ്പോൾ ജീവജന്തുക്കളുടേതൊക്കെയും ആയിരിക്കാം, അതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന വേർബുകൾ ഹെൽപ്പിംഗ് വേർബ്സ് ഓർ ഓക്സിലറി വേർബ്സ്. ആക്ഷൻ വേർബ് അല്ലെങ്കിൽ മെയിൻ വേർബ്. ആക്ഷൻ വേർബ്സ് അല്ലെങ്കിൽ മെയിൻ വേർബ്സ് ഹാവ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് ഫോംസ്. മെയിൻ വേർബിന് ആക്ഷൻ വേർബും ട്രാൻസിറ്റീവ് വേർബും എന്ന് തിരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അതിനങ്ങനെ രണ്ട് ഫോംസ് ഉണ്ട്. എങ്ങനെയാണ് ഇത് വാക്യത്തിൽ നാം തിരിച്ചറിയുന്നത്? ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റിന് ശേഷം സാധാരണയായി ക്രിയ വരുന്നു, വേർബ് വരുന്നു. ആ വേർബിന് ശേഷം ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന് മുൻപേ വന്ന വേർബ് ട്രാൻസിറ്റീവായിട്ടും ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ ആ വേർബ് ഇൻട്രാൻസിറ്റീവായും നാം മനസ്സിലാക്കുന്നു. ഇൻട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇൻകംപ്ലീറ്റ് ആണ് സെൻറ്റൻസ്. പൂർണ്ണമാകാതെ നിൽക്കുന്ന വാക്യത്തിൽ വരുന്ന വേർബ് സാധാരണയായി ഇൻട്രാൻസിറ്റീവായി നിൽക്കുന്നു. ഇനിയും പ്രിൻസിപ്പൽ വേർബ്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് ഹെൽപ്പിംഗ് വേർബ്സ് ആർ ലിമിറ്റഡ്. ധാരാളം മെയിൻ വേർബ്സ് ഉണ്ട്, എന്നാൽ ഹെൽപ്പിംഗ് വേർബ്സ് വളരെ കുറവാണ്.
ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയുമ്പോൾ അത് മെയിൻ വേർബിന് കൂടെ, മെയിൻ വേർബിന് ശേഷം അല്ലെങ്കിൽ തനിച്ചുമൊക്കെ വരുന്നു. ഇങ്ങനെ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വേർബിൽ ഉൾപ്പെടുത്താം.